सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. വലിയേട്ടാ എന്ത് പറ്റി? ഇന്നെന്താ റിക്ഷ സവാരി പോകുന്നില്ലേ? എന്താ കാര്യം? ഓയ് മോട്ടു, എന്റെ ചങ്കെ, ഈ ടാക്സി ഡ്രൈവർമാർ ഞങ്ങളെ ഓടാൻ സമ്മതിക്കുന്നില്ല. അവര് പറയുന്നത് ഈ റിക്ഷ ഞങ്ങള് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഓടിക്കാനാ. ഞങ്ങള് കാരണം അവരുടെ ഓട്ടം കുറയുവാണെന്ന്. ഇത് തെറ്റായ കാര്യമാണ്. പൊളിച്ചെടുത്തല്ലോ, അതൊക്കെ ശരിയാണ്. പക്ഷെ ടാക്സി ഡ്രൈവേഴ്സിന് ആരാണ് പറഞ്ഞ് മനസ്സിലാക്കുക? ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. നീ എന്നെ പഠിപ്പിക്കോ? നോക്കൂ സുഹൃത്തുക്കളെ, എന്നെ ആരോ പഠിപ്പിക്കാൻ വന്നിരിക്കണു. വരൂ, നമുക്കേ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാമല്ലോ. മോട്ടു ബദലു, ഇവരെ വെറുതെ വിടരുത്. ഞങ്ങളുടെ ദൈനംദിന തൊഴിൽ ഇവർ കൈകടത്താറുണ്ട്. ഇത് നോക്കൂ ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതൊന്നും അല്ല. ഈ ആൾക്കാർ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ. അവർക്ക് കുടുംബം നോക്കാൻ പൈസ ആവശ്യമല്ലേ? അവരുടെ പൈസ ഇങ്ങനെ തട്ടിപ്പറിക്കുന്നത് തെറ്റായ കാര്യമല്ലേ? കൂട്ടുകാരെ, ഇവർക്ക് പറഞ്ഞു കൊടുക്ക് ശരി എന്താണെന്നും തെറ്റെന്താണെന്നും. ഇന്ന് ഒരാള് ശബ്ദമുയർത്തുന്നു, നാളെ കുറെ പേര് ശബ്ദമുയർത്തും. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ചേട്ടന്മാരെ, ഒരു മിനിറ്റ്. നിങ്ങൾ കുറച്ച് വിശ്രമിക്കൂ. ഞാൻ അപ്പോഴത്തേക്ക് ഈ മെസ്സേജ് ഒന്ന് വായിക്കട്ടെ. എന്താ എഴുതിയിരിക്കുന്നത്? അടി സഹായിക്കുന്നത് പോലെ ചേട്ടനനിയന്മാർ പോലും സഹായിക്കില്ല. ക്രൈയിങ് മാസ്റ്റർ. മോട്ടു, പണി തുടങ്ങിക്കോ. സോറി, തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ആരായിരുന്നെന്ന്. അറിയാമായിരുന്നു തീർച്ചയായിട്ടും വരില്ലായിരുന്നു. ഈ നഗരം വളരെ വലുതാണ്. നമ്മൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഇവിടെ ജീവിക്കാം. എന്ത് പറയുന്നു? അങ്ങനെ വഴിക്ക് വാ നീ കേട്ടോ. ഇനി റിക്ഷ സവാരിക്കാരുമായി വഴക്കിടാതെ കൂട്ടുകാരാവാൻ നോക്ക്. വെരി ഗുഡ്. കൊള്ളാം. നിങ്ങളുടെയൊക്കെ ഫൈറ്റ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവണു നിങ്ങളെ ക്രൈയിങ് മാസ്റ്ററിന്റെ സ്റ്റുഡന്റ് ആണ്. എങ്കിൽ ക്രൈയിങ് മാസ്റ്ററിന്റെ സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ ഭക്ഷണം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എത്ര വേണേലും കഴിക്കാം. ഞങ്ങളുടെ കൂട്ടുകാർക്കോ? ആഹാ, അതിനെന്താ, അവർക്കും ഫ്രീ ആണ്. എല്ലാരും തിന്നും കുടിച്ച് നല്ല ജാളിയായിട്ടിരിക്കും. നിങ്ങൾ രണ്ടാളും കലക്കി കഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയില്ല നിങ്ങൾ രണ്ടുപേരും ഇത്ര സൂപ്പർ ആയിരുന്നു. ഒരു സ്റ്റുഡന്റിനെ ഇതുവരെ തന്നെ നിന്ന് അടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇയാൾ അവരുടെ ലീഡറാണ്. ഇയാൾ ഇവിടെ നിങ്ങളോട് ക്ഷമയിക്കാൻ വന്നതാണ്. ക്ഷമ ക്ഷമ ക്ഷമ. എന്ത്? ഞാൻ ഇവനോട് മാപ്പ് ചോദിക്കണമെന്നോ? ഇവൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റും, അതിന് ഞാൻ ഇവന്റെ അടുത്ത് മാപ്പ് ചോദിക്കണമെന്നോ? രണ്ടുപേരും ഒന്നിങ്ങോട്ട് മാറിയെന്ന്. എനിക്ക് രണ്ടുപേരുമായിട്ടൊന്ന് സംസാരിക്കണം. മോട്ടു, അവർക്ക് ഒറ്റ തവണയിൽ മനസ്സിലാക്കി കൊടുക്ക്. കൂടുതൽ സമയം എടുക്കരുത്. അകത്ത് നടക്കുന്നത് എനിക്ക് സൗണ്ട് ഇവിടെ കേൾക്കണം. ഞാനാണെങ്കിൽ ടാക്സി ഡ്രൈവർ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് താങ്കളോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. എന്താ? ഓ, എനിക്ക് ചെറുതായിട്ടൊരു തെറ്റ് പറ്റിപ്പോയതാണ്. സോറി കേട്ടോ. ഇവന്റെ ഈ സ്പീഡിലുള്ള സംസാരം കാരണം എനിക്കൊന്നും മനസ്സിലായില്ലെന്നേ. എന്ത് ചെയ്യാനാ?
അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര നേരം നിങ്ങളെ പൂഴ്ത്തുകയായിരുന്നു, പക്ഷെ നിങ്ങൾ എന്നെ പിടിച്ച് തല്ലുകയായിരുന്നു. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുവോ? ഇതുപോലെ നിലം തുടിക്കാതെ ആരെങ്കിലും തല്ലുവോ? ഇതുപോലെ ദയയില്ലണ്ട ആരെങ്കിലും തല്ലുവോ? ഞാൻ ശരിയായല്ലോ. യെസ് യെസ് യെസ്, ഞാൻ ശരിയായി. നിങ്ങളൊരു ഗുരുവാണ്. നിങ്ങൾ വെറും ഗുരുവല്ല, നിങ്ങളൊരു മഹാഗുരുവാണ്. അതല്ല ഞാനിപ്പോ ശരിയായത്. എനിക്ക് തോന്നുന്ന 2 പഞ്ച് മുഖത്ത് തന്നില്ലേ ഇങ്ങനെ, അതുകൊണ്ടാ ശരിയായത്. എനിക്ക് ശരിയായി. ഇനി ഗുരുജി താങ്കൾക്ക് ആരെങ്കിലും തല്ലണം തോന്നുന്നുണ്ട് എന്നെ വിളിച്ചാൽ മതി, എന്നിട്ട് എന്നെ തല്ലുക. എന്റെ ഗുരു ജയിക്കട്ടെ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും നല്ല ആൾക്കാരാണ്. ഇന്നലെ ആ റിക്ഷക്കാരന് നിങ്ങൾ നീതി വാങ്ങിക്കൊടുത്തത് എത്ര നല്ലതാണ്. അത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് ചെയ്തു കൊടുക്കും. നമ്മളൊക്കെയല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടത്. നീ ചെയ്തില്ലായിരുന്നേ മാസ്റ്റർ ചെയ്തേനെ. ആർക്കും അറിയില്ല മാസ്റ്ററിന്റെ ആ റിക്ഷ എന്ന്. എന്നിട്ട് താങ്കൾ വാടകയുടെ രൂപത്തിൽ 1 yen മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ കുടുംബം ഓടിച്ചോട്ടെന്ന് കരുതി. എന്റെ അമ്മോ, അത് ശരിക്കും വലിയൊരു നല്ല മനസ്സ് തന്നെയാ. ഇത് മാത്രമല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലല്ലേ, അതുകൂടെ മാസ്റ്ററിന്റേതാണ്. അതിൽ എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. ദരിദ്രർക്കും പാവപ്പെട്ട മനുഷ്യർക്കും അവിടെ ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. മാസ്റ്റർ, നിങ്ങൾ വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നേ. ഞാൻ ഇതിനൊക്കെ തന്നെ വേണ്ടിയാണ് കാശ് വാങ്ങുന്നതും, അല്ലാതെ പൈസ എനിക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ വേറെ ഏതെങ്കിലും മാസ്റ്ററുടെ കൂടെ പോയതാണെങ്കിൽ അദ്ദേഹം പൈസ വാങ്ങുമായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഹിം നരേഷിന്റെ അടുത്തും ബോൺലെസ് മാസ്റ്ററിന്റെ അടുത്തും ട്രെയിനിങ്ങിന് പോയപ്പോൾ അവരൊന്നും എന്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എന്താ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ഹിം നരേഷിന്റെയും ബോൺലെസ് മാസ്റ്ററിന്റെയും കീഴിൽ പഠിച്ചതാണെന്നോ? കൊള്ളാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നത്. അവരെല്ലാം എന്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ 1 പൈസ പോലും നിങ്ങളിൽ നിന്ന് ഈടാക്കില്ലായിരുന്നു. എന്തു പറ്റി? ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് 5000 yen തരുന്നുണ്ട്. കാരണം അതൊരു ചാരിറ്റിക്ക് വേണ്ടിയല്ലേ പോകുന്നത്. പത്ലു, എന്റെ ചങ്കേ ബ്രോ, നീ പറഞ്ഞത് വളരെ ശരിയാ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാശ് കൊടുക്കാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ലല്ലോ. വരൂ കസീട്ട, നമുക്ക് ചെന്ന് നമ്മുടെ ജോലി അങ്ങ് തുടങ്ങാം. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും വളരെ ഭാഗ്യവാന്മാരാണ്. നല്ല സുഹൃത്തുക്കളാണ് നിങ്ങൾക്കുള്ളത്. ഐ തിങ്ക് നമ്മൾ ബെസ്റ്റ് 3 കുങ്ഫു മാസ്റ്റേഴ്സിന് വേണ്ടി തയ്യാറാണെന്ന്. അവരെ പിടിക്കാൻ വളരെ എളുപ്പമല്ല. അവർക്ക് 1 നിമിഷത്തിന് പോലും ഇളവ് കൊടുത്താൽ അവര് നമ്മളെ തന്നെ തീർത്തു കളയും. അതെ, അവര് നമ്മളെ തീർക്കുന്നതിന് മുമ്പ് നമുക്ക് ചെന്ന് അവരെ പിടിക്കണം. ഓക്കെ, ഇനി മുകളിൽ ടവറിനടുത്തേക്ക് പോകേണ്ട സമയമായി. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. വേഗമാവട്ടെ. വേഗം വന്നേ. സ്പീഡ് ഈസ് ദ കീ. ആദ്യത്തെ കാൽ പൊന്തുമ്പോൾ തന്നെ രണ്ടാമത്തെ കാലും പൊന്തിരിക്കണം. രണ്ടാമത്തെ കാൽ പൊന്തുമ്പോൾ ആദ്യത്തെ കാൽ മുകളിൽ എത്തിയിരിക്കണം. ഓക്കെ മാസ്റ്റർ.
Fight! Get up! Fight! Fight! മാസ്റ്റർ, നിങ്ങൾ ഇത് എങ്ങനെ ചെയ്തത്? പഠിപ്പിച്ചു തരാം, എല്ലാം പഠിപ്പിച്ചു തരാം. പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കുക, സ്പീഡ് ഈസ് ദ കീ. സ്പീഡിന്റെ കൂടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ബോഡിയിലെ ഫുൾ എനർജി 2 കൈകളിലുമായി എടുക്കണം. എന്നിട്ട് ക്ലൗഡിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായും നശിച്ചു പോകും. അത് തീർത്തും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് എപ്പോഴും ഓർമ്മ വെക്കുക, ശരീരത്തിന്റെ ഫുൾ എനർജി 2 കൈകളിലുമായി വെക്കുക. കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. മാസ്റ്ററിനെ അറസ്റ്റ് ചെയ്തു. മാസ്റ്ററിനെ റാപ്പിംഗ്. എന്റെ ഇതുവരെയുള്ള വിദ്യാർത്ഥികളിൽ നിങ്ങൾ 2 പേരുമാണ് മിടുക്കർ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്യൂ. ഇത് നമ്മുടെ ഇടയിലെ അവസാനത്തെ ട്രെയിനിങ് ഫൈറ്റ് ആയിരിക്കും. മാസ്റ്റർ, എന്ത് പറ്റി? ഈ കരയുന്നതും ഒരു ട്രിക്കാണ്, ശത്രുക്കളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ. അതിന് പല മാർഗങ്ങളും ഉപയോഗിക്കാം. നമ്മുടെ ചെയ്തികളിൽ അവർ ആശ്ചര്യപ്പെടണം. ഒരു നിമിഷം അതവരുടെ അവസാന നിമിഷമായി മാറ്റാം, നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ? എന്നെ ക്രൈയിങ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന്? മനസ്സിലായി മാസ്റ്റർ, എല്ലാം. Watch India's largest kids library only on Jio Hotstar. Download the app now.